ഹലോ ഓൾ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് എം.ടി. വാസുദേവൻ നായർ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായ പഞ്ചാഗ്നിയുടെ കഥയാണ്. കഥയുടെ മുഖ്യ പ്രമേയം നക്സൽ പ്രവർത്തനമാണ്. ജയിലിൽ കിടക്കുന്ന നായിക ജയിലിലെ കരിനിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നതാണ് ആദ്യത്തെ സീനിൽ. മറ്റ് ജയിൽവാസികൾ അവരവരുടെ ജയിലനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. നിരാഹാരമിരിക്കുന്ന നായികയുടെ നില വഷളാകുമ്പോൾ ഡോക്ടർ പരിശോധനയ്ക്കെത്തുന്നു. രോഗശയ്യയിലുള്ള തൻ്റെ അമ്മയുടെ നില മൂർച്ഛിച്ചതറിഞ്ഞ് അവരെ കാണാൻ പരോൾ അനുവദിക്കണമെന്ന് അപേക്ഷ നൽകിയിട്ട് നടപടികൾ ഒന്നുമുണ്ടാകാത്തതിനെതിരെയാണ് നായികയുടെ പ്രതിഷേധ സത്യാഗ്രഹം. അവസാനം മന്ത്രിതലത്തിൽ ആരോ സമ്മർദ്ദം ചെലുത്തുകയും നായികയുടെ സത്യാഗ്രഹ വാർത്ത ആരോ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നതോടെ നായികയ്ക്ക് തക്കതായ താക്കീതോടെ പരോൾ അനുവദിക്കുന്നു. അങ്ങനെ നായിക തൻ്റെ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. നായികയുടെ പേര് ഇന്ദിര എന്നാണ്. ഇന്ദിര തൻ്റെ തറവാട്ടിലെത്തുന്നു. കുടുംബത്തെ സഹായിയായ ശേഖരൻ അവളെ കാണുന്നു. അദ്ദേഹം ഇന്ദിരയെ കാണുമ്പോൾ വളരെ സന്തോഷവാനാകുന്നു. ഇന്ദിരയ്ക്ക് അമ്മയെ കാണാൻ അവസരം നൽകാൻ മന്ത്രിയെ ഒരുപാട് തവണ ചെന്ന് കണ്ട കാര്യം പറയുന്നു. ഇന്ദിര അമ്മ കിടക്കുന്ന മുറിയിൽ പ്രവേശിക്കുന്നു. അവർ മരുന്ന് കഴിച്ചിട്ട് ഗാഢനിദ്രയിലായിരുന്നു. ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങളിലേക്ക് ഇന്ദിരയും അതോടൊപ്പം പ്രേക്ഷകരും ശ്രദ്ധിക്കുന്നു. അതിൽ നിന്നും സ്വാതന്ത്ര്യ സമര സേനാനിയും രാഷ്ട്രീയ പ്രവർത്തകയും ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളുമാണ് ഇന്ദിരയുടെ അമ്മ എന്ന് മനസ്സിലാക്കാം. അല്പസമയത്തിനു ശേഷം ഉറക്കത്തിൽ നിന്നുണരുന്ന അമ്മ ഇന്ദിരയെ കണ്ട സന്തോഷത്തിൽ വിതുമ്പുന്നു. അമ്മയും മകളും തമ്മിലുള്ള ചെറിയ സംഭാഷണങ്ങൾക്ക് ശേഷം നല്ല ഭക്ഷണമുണ്ടാക്കി ഇന്ദിരയ്ക്ക് നൽകാൻ ജോലിക്കാരി പെൺകുട്ടിയോട് അമ്മ പറയുന്നു. അവളുടെ പേര് മാളു എന്നായിരുന്നു. അവൾ ഒരു കൗമാരക്കാരി പെൺകുട്ടിയാണ്. അച്ഛൻ്റെ മരണശേഷം വീട്ടിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്ദിരയുടെ വീട്ടിലും അയൽപക്കത്ത് താമസിക്കുന്ന ഇന്ദിരയുടെ കൂട്ടുകാരി ശാരദയുടെ വീട്ടിലും അവൾ ജോലി ചെയ്യുന്നുണ്ട്. കൗതുകത്തോടെ മാളു ജയിലിലെ വിശേഷങ്ങൾ ഓരോന്ന് ഇന്ദിരയോട് ചോദിച്ചുകൊണ്ടിരുന്നു. അമ്മ അത് വിലക്കുമ്പോൾ സാരമില്ല, ചോദിക്കുന്നതിനെന്താ എന്ന് ഇന്ദിര ചോദിക്കുന്നു. ശേഷം അടുത്ത ഭാഗത്ത് സഹായിയായ ശേഖരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദിര. സഹോദരങ്ങളുടെ ഓരോരുത്തരുടെയും വിശേഷങ്ങൾ അദ്ദേഹം അവളോട് പറയുന്നു. മൂത്ത സഹോദരൻ ഡൽഹിയിലാണെന്നും അമ്മയുടെ രോഗവിവരങ്ങളും മറ്റും പറഞ്ഞ് കത്തയച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ ജീവിത നിലവാരം ഉയർന്നതിനെക്കുറിച്ചും മറ്റും ആഹ്ലാദിപ്പെട്ട് മറുപടി അയച്ചു. അത് കേട്ടാൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കാൻ തോന്നുമെന്നും അദ്ദേഹം പറയുന്നു. സഹോദരി സാവിത്രിയുടെ വിവാഹം കഴിഞ്ഞു. അവരും ഭർത്താവുമാണ് അമ്മയുടെ ചികിത്സാ കാര്യങ്ങളും മറ്റും നോക്കുന്നത്. സഹോദരി ഭർത്താവ് പ്രഭാകരൻ അധ്യാപകനാണ്. പരീക്ഷാ നടത്തിപ്പിൻ്റെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വരാൻ സാധിക്കാത്തതെന്നും പറയുന്നു. ഇളയ സഹോദരൻ രവിക്ക് ജോലിയായിട്ടില്ല. സഹോദരി ഭർത്താവ് പ്രഭാകരനും ഇന്ദിരയെ പുറത്തിറക്കാൻ ധാരാളം പ്രയത്നിച്ചതായി പറയുന്നു. അപ്പോഴാണ് ഇന്ദിരയുടെ ഇളയ സഹോദരൻ രവി ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് പടി കടന്നു വരുന്നത്. വാതിൽക്കലുണ്ടായിരുന്ന ഇന്ദിരയെ ഗവനിക്കുക കൂടി ചെയ്യാതെ അയാൾ അകത്തേക്ക് കയറി പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം ചേച്ചിയെ കണ്ടിട്ട് മനസ്സിലാവാതെ പോവുകയാണെന്ന് ശേഖരൻ പറഞ്ഞു. ഇന്ദിര ഓടിച്ചെന്ന സഹോദരനോട് വളരെയധികം സ്നേഹത്തിൽ സംസാരിക്കുന്നു. രവി തിരിച്ച് ക്ഷുഭിതനാകുന്നു. തോളിൽ പിടിക്കാനാഞ്ഞ ഇന്ദിരയോട് തന്നെ തുടരുതെന്നും എന്തിനാണിപ്പോൾ പുറത്തു വന്നതെന്നും ചോദിച്ച് രവി രോഷത്തോടെ സംസാരിക്കുന്നു. ശേഖരൻ അമ്മ കേൾക്കും, പതുക്കെ പറയൂ എന്ന് പറയുമ്പോൾ കേട്ടാൽ തനിക്കൊന്നുമില്ല, സ്വാതന്ത്ര്യം നേടാനായി ഒക്കെ വിറ്റുതുലച്ചതിൻ്റെ നഷ്ടം താനല്ലേ സഹിച്ചത് എന്നയാൾ തിരിച്ചു ചോദിക്കുന്നു. അയാൾ പോയിക്കഴിഞ്ഞ് രവി കഞ്ചാവിലാണ് അധിക നേരത്തും വയ്യാതെ കിടക്കുന്ന അമ്മയുടെ മുറിയിലൊന്ന് കയറുക കൂടിയില്ല എന്നും ശേഖരൻ പറയുന്നു. മരിച്ചുപോയ അവരുടെ അച്ഛന് ഒന്നും കാണേണ്ടി വന്നില്ലെന്നും ഭാഗ്യവാനെന്നും അദ്ദേഹം പറയുന്നു. വർഷങ്ങൾക്ക് ശേഷം ചേച്ചിയെ കണ്ടിട്ട് മനസ്സിലാവാതെ പോവുകയാണെന്ന് ശേഖരൻ പറഞ്ഞു. ഇന്ദിര ഓടിച്ചെന്ന സഹോദരനോട് വളരെയധികം സ്നേഹത്തിൽ സംസാരിക്കുന്നു. രവി തിരിച്ച് ക്ഷുഭിതനാകുന്നു. തോളിൽ പിടിക്കാനാഞ്ഞ ഇന്ദിരയോട് തന്നെ തുടരുതെന്നും എന്തിനാണിപ്പോൾ പുറത്തു വന്നതെന്നും ചോദിച്ച് രവി രോഷത്തോടെ സംസാരിക്കുന്നു. ശേഖരൻ അമ്മ കേൾക്കും, പതുക്കെ പറയൂ എന്ന് പറയുമ്പോൾ കേട്ടാൽ തനിക്കൊന്നുമില്ല, സ്വാതന്ത്ര്യം നേടാനായി ഒക്കെ വിറ്റുതുലച്ചതിൻ്റെ നഷ്ടം താനല്ലേ സഹിച്ചത് എന്നയാൾ തിരിച്ചു ചോദിക്കുന്നു. അയാൾ പോയിക്കഴിഞ്ഞ് രവി കഞ്ചാവിലാണ് അധിക നേരത്തും വയ്യാതെ കിടക്കുന്ന അമ്മയുടെ മുറിയിലൊന്ന് കയറുക കൂടിയില്ല എന്നും ശേഖരൻ പറയുന്നു. മരിച്ചുപോയ അവരുടെ അച്ഛന് ഒന്നും കാണേണ്ടി വന്നില്ലെന്നും ഭാഗ്യവാനെന്നും അദ്ദേഹം പറയുന്നു. കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഇന്ദിര മാളുവിൻ്റെ കുടുംബകാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവളുടെ അച്ഛൻ വേലു മരിച്ചുപോയെന്നും അനിയനും അമ്മയും ദേശക്കാരുടെ പണിക്ക് പോകുന്നുണ്ടെന്നും മാളു പറയുന്നു. പഠിക്കാനൊന്നും പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ 5 വരെ പോയുള്ളൂ എന്നവൾ വിഷമത്തോടെ പറയുന്നു. അപ്പോഴാണ് രവി ഭക്ഷണം കഴിക്കാനെത്തുന്നത്. ഇന്ദിര അവിടെ ഇരുന്ന് കഴിക്കുന്നത് കാണുമ്പോൾ അയാൾ തിരികെ നടക്കുന്നു. മാളു അയാളെ വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ ഭക്ഷണം കഴിക്കാൻ വന്നില്ല. തിരിഞ്ഞു നിന്ന് അയാൾ പറയുന്നു,
അയാൾ ധാരാളം ടെസ്റ്റുകൾ എഴുതി പാസ്സായി. പക്ഷേ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അയാൾ തഴയപ്പെടുന്നു. കാരണം കൊലക്കേസിലെ പ്രതിയുടെ അനുജൻ എന്ന മാനദണ്ഡത്തിലായിരുന്നു അത്. അതുകൂടി കേൾക്കുമ്പോൾ ഇന്ദിര കൂടുതൽ തകർന്നു പോകുന്നു. സാരമില്ല, പറയുന്നവർ പറയട്ടെ എന്ന് മാളു സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ദിരയ്ക്ക് അതൊരു സമാധാനമാകുന്നില്ല. ശേഷം അടുത്ത ഭാഗത്തിൽ പിന്നീട് അമ്മയും ഇന്ദിരയും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. സംസാരത്തിനിടയിൽ തനിക്കൊന്ന് കിടക്കണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു. ഇന്ദിര പിടിച്ചു കിടത്താനായി അടുത്ത് വരുന്നുണ്ടെങ്കിലും എന്തോ ഓർത്ത് പകച്ചു നിൽക്കുന്നു. നീ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഇന്ദിര ചോദിക്കും, അമ്മയ്ക്ക് ഞാൻ തൊടുമ്പോൾ പേടിയാവില്ലേ എന്ന്. അമ്മ ആ ചോദ്യം കേൾക്കുമ്പോൾ വിങ്ങിക്കരയുന്നു. അവളെ പിടിച്ചരികിലിരുത്തിയിട്ട്, അവർ പഠിച്ചിരുന്ന തത്വശാസ്ത്രത്തിൽ ദൈവം സ്നേഹമാണെന്നാണ്, സ്നേഹം പാടില്ലെന്ന് നിൻ്റെ പുസ്തകത്തിലും പറയുന്നില്ലല്ലോ എന്ന് അമ്മ ചോദിക്കുന്നു. ഇല്ല അമ്മേ എന്ന് വിതുമ്പിക്കൊണ്ട് ഇന്ദിര അമ്മയുടെ തോളിലേക്ക് ചായുന്നു. അമ്മയും അവളും വിതുമ്പിക്കരയുന്നു. ശേഷം അടുത്ത ഭാഗത്തിൽ പിന്നീട് ഇന്ദിര ശേഖരനോടൊപ്പം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകുന്നതാണ് കാണിക്കുന്നത്. പോലീസുകാരുടെ സംസാരത്തിൽ നിന്നും ഒരു മുതലാളിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇന്ദിരയെന്നും വലിയ തറവാട്ടിലെ കുട്ടിയാണ്, എന്തു ചെയ്യാം, ചെറുപ്രായത്തിലെ തലതിരിഞ്ഞ ചിന്തകളിൽ പെട്ടുപോയി എന്നും അവർ പറയുന്നു. തിരികെ വരുന്ന വഴിയിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് ജയിലിൽ പോയ ഇന്ദിരയെ കാണാനും കമൻ്റടിക്കാനും ധാരാളം ആളുകൾ വഴിയോരത്തും കടകളിൽ നിന്നിറങ്ങി വന്നും കാത്തിരിക്കുന്നു. അവരുടെ മുമ്പിൽ ഒന്നും മിണ്ടാതെ ഇന്ദിര നടന്നു. ശേഖരൻ കാഴ്ചക്കാരെക്കുറിച്ച് ഓരോന്നും പറഞ്ഞും തിരിഞ്ഞു നോക്കി അവരാരും പിന്നാലെ വരുന്നില്ലെന്ന് ഉറപ്പാക്കിയും ഇന്ദിരയ്ക്കൊപ്പം നടന്നു. അയൽവക്കത്ത് താമസിക്കുന്ന ഇന്ദിരയുടെ സുഹൃത്ത് ശാരദയുടെ വീട്ടിലേക്ക് അവളെ കാണാൻ ഇന്ദിര മാത്രം പോകുന്നു. ശേഷം അടുത്ത ഭാഗത്തിൽ ആ വീട്ടിലെ നായ കൂട്ടിൽ കിടന്ന് വല്ലാതെ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ ഇന്ദിര ഏതോ ഓർമ്മയിലാണ്ടു പോകുന്നു. അപ്പോഴേക്കും ശാരദ ഓടി വരുന്നു. നിന്നെക്കുറിച്ച് ഓർത്തതേയുള്ളൂ, മാളു പറഞ്ഞപ്പോൾ തൊട്ട് അങ്ങോട്ടേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ സംഭാഷണം ആരംഭിക്കുന്നു. അവരൊരുമിച്ച് പഠിക്കുന്ന കാലത്ത് ശാരദ പ്രണയിച്ചിരുന്ന രാജൻ എന്നയാളിനെ തന്നെയാണ് അവൾ വിവാഹം ചെയ്തിരുന്നത്. അയാളുടെ ഫോട്ടോ എപ്പോഴോ പത്രത്തിൽ കണ്ടിരുന്നു. യൂറോപ്പിൽ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വലിയ സന്തോഷമില്ലാതെ ശാരദ മൂളുക മാത്രം ചെയ്തു. പ്രണയസാഫല്യം നേടിയ ശാരദയോട് വലിയ ആവേശത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശാരദയുടെ മറുപടി അത്ര പ്രസാദാത്മകമായിരുന്നില്ല. പഠനകാലത്ത് രാജൻ്റെ കത്ത് വരാൻ വൈകി വേവലാതിപ്പെട്ടിരുന്ന ശാരദയോട് ഇന്ദിര പറഞ്ഞിരുന്നു, 9 നാൾ നീണ്ടു നിൽക്കുന്ന അത്ഭുതം, അതിലപ്പുറമൊന്നുമില്ല പ്രേമം. അന്ന് ശാരദയ്ക്ക് ദേഷ്യം തോന്നിയിരുന്നുവെങ്കിലും ജീവിക്കാൻ തുടങ്ങിയിട്ട് വെറും 6 മാസം കഴിഞ്ഞ് ഇന്ദിര പറഞ്ഞതു തന്നെയാണ് ശരിയെന്ന് ബോധ്യമായെന്ന് ശാരദ പറയുന്നു. അവളുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാതെ ഇന്ദിരയെ വർഷങ്ങൾക്ക് ശേഷം കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആരംഭിച്ചു. ഇന്ദിരയ്ക്ക് ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത് പോലെയുള്ള തോന്നലുകൾ എങ്ങനെ വന്നുവെന്ന് ശാരദ ചോദിക്കുന്നു. എന്തോ ഓർമ്മയിൽ ഉടക്കി നിന്നതല്ലാതെ ഇന്ദിര മറുപടി കൊടുക്കുന്നില്ല. മദ്രാസിലായിരുന്നപ്പോൾ ആരോ പറഞ്ഞു കേട്ടു, പ്രഭാകരൻ സാറുമായി നിന്റെ വിവാഹം ഉറപ്പിച്ചു, സാറിന് ഇംഗ്ലണ്ടിൽ പോകാൻ ഒരു സ്കോളർഷിപ്പ് കിട്ടും, 2 പേരും പോകുമെന്നുമൊക്കെ. വിപ്ലവം ഉണ്ടാക്കാൻ നടക്കുകയാണ് നീയെന്ന് ആരും പറഞ്ഞില്ല എന്ന് ശാരദ പറയുന്നു. അമ്മയോട് ചോദിച്ചതുപോലെ ഇന്ദിര ശാരദയോടും ചോദിക്കുന്നു, തന്നെ കാണുമ്പോൾ ഭയം തോന്നുന്നുണ്ടോ എന്ന്. അത് കേൾക്കുമ്പോൾ ശാരദയ്ക്ക് വിഷമമാകുന്നു. നീ അടുത്തില്ലല്ലോ എന്നോർത്ത് പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. ചോദിക്കാനും പറയാനും ചെറുപ്പം മുതൽ നീയേ എനിക്കുണ്ടായിട്ടുള്ളൂ. നീ എന്തായി തീർന്നാലും ആരെന്തൊക്കെ പറഞ്ഞാലും സ്നേഹം മാത്രമേ തനിക്കുള്ളൂ എന്ന് ശാരദ പറയുന്നു. എന്നും ഒപ്പം ഉണ്ടാകണമെന്നും പറയുന്നു. ശേഷം അടുത്ത ഭാഗത്തിൽ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദിരയും മാളുവും ശേഖരനും. മാളു പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സമയം രവി മുറിക്കുള്ളിലേക്ക് കയറി വരുന്നു. അയാൾ എറണാകുളത്ത് പോകാൻ പണം ചോദിക്കാനാണ് വന്നത്. ശേഖരനോടാണ് ചോദ്യം. തറവാട്ട് ഭരണം ഇപ്പോൾ നിങ്ങളാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. താൻ ഇവിടുത്തെ ആശ്രിതൻ മാത്രമാണെന്ന് പറയുമ്പോൾ അമ്മ തലയണയുടെ അടിയിൽ അന്വേഷിക്കുന്നു. ശേഖരൻ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രവി അപ്പോഴത്തേക്കും ഏതാനും നോട്ടുകൾ എടുക്കുന്നു. അതയാൾ വിചാരിച്ചത്ര പണമില്ലാത്തതിനാൽ അത് അയാൾ വലിച്ചെറിയുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്കുള്ള പെൻഷൻ വാങ്ങാത്തതിൽ അയാൾ അമ്മയോട് രോഷാകുലനാകുന്നു. ഇന്ദിര അവനെ തുറച്ചു നോക്കുന്നതല്ലാതെ ഒന്നും മിണ്ടുന്നില്ല. അവൻ്റെ കോപത്തിൻ്റെ കാരണം അവൾക്ക് നന്നായി അറിയാം. സുഹൃതക്ഷയം എന്ന് പറയുന്ന ശേഖരനോട് അമ്മ ചോദിക്കുന്നു, കല്യാണം കഴിച്ചില്ല, മക്കളും കുട്ടികളുമൊന്നും ഇല്ലാന്നുള്ള വേദനയുണ്ടോ ശേഖരന്? ഇതൊക്കെ കണ്ട ഭാഗ്യമായി എന്ന് തോന്നണില്ലേ എന്ന്. ശേഖരൻ ദയയോടെ ആ സ്ത്രീയെ നോക്കുന്നു. അപ്പോൾ മാളു വന്നു പറയുന്നു ഇന്ദിരയെ കാണാൻ ആരോ പുറത്തു വന്നുവെന്ന്. ശേഖരൻ വേവലാതിയോടെ പഴയ സംഘക്കാരാണോ ഊട്ടി എന്നന്വേഷിക്കുന്നു. ആലോചിച്ച് നിന്ന ഇന്ദിര വേഗം മുറിവിട്ട് പുറത്തേക്കിറങ്ങി. ശേഷം അടുത്ത ഭാഗത്തിൽ